അസ്സലാമലൈക്കും. പാട്ട് വന്നാക്കണം കട്ടവർ വന്നിട്ടാണ്. എന്തുകൊണ്ട് എന്തുല്ലപ്പാ പിന്നെന്ത് ദിവസം എങ്ങനെയുണ്ട് കച്ചവടമല്ലോ? കച്ചവടം നീടാ കാസർഗോഡാ ഒക്കൂടാ നീയുടെ കാസർഗോഡ്. ഞാൻ വെല്ലിക്കുന്നു. നീടാ നീയല്ല നീ കാസർഗോ പറഞ്ഞ സാധനം എടുത്ത് വെച്ചാടാ. അല്ല നിനക്കെന്ത് പോലെ വേണ്ടത്? അല്ല എന്തുല്ലപ്പാ എന്തെങ്കിലും പണി ഉണ്ടാവോ സാർ? പണി നോക്കിക്കൊണ്ട് വന്നതാ. ഇവിടെ ഇപ്പൊ ഉണ്ടാളെന്നെ അധികമല്ലോ മോനെ. നിനക്ക് എന്ത് പണി അറിയും മോനെ? പണിന്നില്ലെങ്കിൽ ഞാനിപ്പോ 3 മാസത്തെ വിസിറ്റിൽ വന്നത്. ഇപ്പൊ 2 ആഴ്ച തന്നെ ബാക്കിയുള്ളത്. ഞാന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡല്ലോ ഡ്രസ്സിന്റെ ഷോപ്പിലല്ലോ ഉണ്ടായിന് 2-3 കൊല്ലം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് കുറെ ഇന്റർവ്യൂക്കെല്ലാം പോയി. അല്ലെങ്കിൽ ഭയങ്കര പണി പറയുന്നത് 12 മണിക്കൂർ പണി, വെള്ളിയാഴ്ച ലീവില്ല. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കുടുംബക്കാരും ചങ്ങായിമാരെല്ലാം ബാങ്കത്തിൽ പറഞ്ഞ് ശരിയാക്കാം. ഇവിടെ ഒന്നും ഒരുത്തനും കൂട്ടാക്കുന്നില്ല. ഇവനാകെ പെട്ടിട്ടുള്ള ഉണ്ടാക്കേണ്ട അറിയില്ല 2 ആഴ്ച ബാക്കിയുള്ളത്. അപ്പൊ നീ എത്രയോളം പഠിച്ചിന് മോനെ? ഈ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ട നാട്ടൊന്ന് വരുമ്പോഴേക്ക് നീ? സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലപ്പാ. ഞാനാകെ +2 പഠിച്ചിന്. എന്നിന് ചങ്ങായി 10ാം ക്ലാസ് വൈകാതെ ഇങ്ങോട്ട് വന്ന വലിയ റെഡ് ബുൾ കമ്പനിയിൽ പണി, 10 മണിക്കൂർ പണി, വെള്ളിയാഴ്ച ലീവ്, ഡെയിലി നൈറ്റ് ഫുട്ബോൾ കളിക്കാൻ വന്ന. വാട്സാപ്പിൽ ഫുട്ബോൾ പറയാൻ എന്നെ ഫോട്ടോ മജ്ജ എടുക്കുന്നുണ്ട്. അതല്ലേ ഇപ്പൊ പഠിച്ചിട്ടാ. അപ്പൊ നീക്ക് പണിയെടുക്കാൻ വന്നതാ മജ എടുക്കാൻ വന്നതാ? ദുബൈയില് വന്നിട്ട് മജ എടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് മജ എടുക്കുന്ന. ഹലോ ആരെ? ആ എത്ര? 10 ദിവസാ? അല്ല ഒരു മിനിറ്റ്. കാസർഗോ ഇല്ല പറ. എന്താ നീ ദുബൈയിലെ ബസ്സിന് എത്ര ഫീസ് കൊടുത്തിന്? 10. അവിടെ 20 കൊടുക്കാനല്ലേ? 20 ബസ്സിരുന്നല്ലേ? ഏത് ബസ്സിർ? ഇപ്പുറത്തെ. ഏത് ഇപ്പത്തേന്ന്? നമ്മളെ മോൺ ബസ് സ്റ്റാൻഡ്. നീ എന്ത് ഷാഹിന്റെ കളിക്കുന്നത്? നിനക്കൊരു പണി നേരെ എടുത്താൽ 1 മിനിറ്റ് നോക്കിയാ ണ്ടല്ലോ ഭയങ്കര പണിയുടെ. നീ ചൂട്ടിലല്ല പണി എടുക്കും. കേസ് ഇല്ലാണ്ട് പണിയെടുക്കാൻ എന്നെ കൊണ്ടായല്ലപ്പാ. അത് നീ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നീ വന്നിട്ട് എത്രയായിപ്പോ? ഞാനിപ്പോ 2.5 മാസമായി വിസിറ്റിൽ വന്നു. ആര് കൊടുന്നപ്പോ എടുക്ക്? ഞാന് ചങ്ങായിമാരല്ലേ ഞാൻ പറഞ്ഞില്ല ചങ്ങായിമാരല്ലേ പറഞ്ഞിട്ട് വന്നത്. ഇവിടെ ഭയങ്കര ഉത്സവം അങ്ങനെയല്ല പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ 2.5 മാസമായിട്ട് പണിയൊന്നുമില്ല. എല്ലായിടത്തും പറയുന്നുണ്ട് വെള്ളിയാഴ്ച ലീവില്ല എന്നല്ല പറയുന്നുണ്ട്. ഒരു മജയില്ലല്ലോ. നിനക്ക് വെള്ളിയാഴ്ച ലീവ് ഒന്നുമില്ലടാ? ഇവിടെ ലീവ് ഒന്നുമില്ലടാ. ഇവിടെ ഫുള്ള് ഡ്യൂട്ടിയാണ്. ഇവിടെ എങ്ങനെ ഫ്രീ വൈഫൈ ഉണ്ടോ? അതല്ല ഞാൻ നാട്ടിൽ തരുമ്പോ ചങ്ങായിമാർ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ റോഡ് സൈഡിൽ മെമ്മറി കാർഡ് പിന്നെ മൊബൈൽ ഐഫോണല്ല ചാടിയിട്ട് കിട്ടുന്നു. ഞാൻ 2.5 മാസമായിട്ട് അപ്പിൽ ഒരു ഭാഗം പോലും കിട്ടിയിട്ടില്ല. നാട്ടിൽ തരുമ്പോ ചങ്ങായിമാരെല്ലാം പറയുന്നു നാളത്തെ കമ്പ്യൂട്ടർ കിട്ടുന്നു, ഫ്രിഡ്ജ് കിട്ടുന്നു, മറ്റേ മെമ്മറി കാർഡ് കിട്ടുന്നു. ഞാനിവിടെ നോക്കുമ്പോ എല്ലായിടത്തും നോക്കി ഒരു സ്ഥലത്തും കിട്ടിയില്ല. ഇതെല്ലാം കേട്ടിട്ടാ നീ ഇങ്ങോട്ടേക്ക് കേറിയിട്ട് വന്നിരുന്നത്? പണ്ടത്തെ ആള് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയ പൈസാന്റെ മരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ ഇതാ. നീ ആ ബസ്സിന് 10 ദിവസം കൊടുക്കാനില്ലേ? അതൊക്കെ കൊടുത്തിട്ട് ഓനാണ്ട് 60 ആക്കുന്നുണ്ട്. ഇല്ല വന്ന ഞാൻ കൊറേ ദിവസമായി ശ്രദ്ധിക്കുന്നു. ഇത് നിന്നെ പെറുമ്പോ തന്നെ ഉണ്ടതാണ്. ഓനെ ഷായി തൂക്കൊക്കെ നടന്നോളൂ കസ്റ്റമർ വരുമ്പോ. ആ ഞമ്മ പറഞ്ഞോണ്ടേ പണീന്റെ വിഷയം നീ പറയും പോലെ ഒന്നല്ല മോനെ എടുത്തത്. നിനക്ക് പണിയും വേണം, ബസർ പോട്ടാനും കയറാം. നിനക്ക് നല്ലത് നാട്ടിലെ ഏതെങ്കിലും ഡ്രസ്സിന്റെ കടയിലോ മറ്റേ പോയിട്ട് വന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും പണിയെടുക്കുന്നത് നല്ലത്. ഇടാകുമ്പോ ഇപ്പോൾ ഇവിടെ തന്നെ നീ കണ്ടില്ലേ നല്ലോണം അധ്വാനമുണ്ട് പണിക്ക്. പണിയെടുത്തെങ്കിലേ പൈസ കിട്ടുമല്ലോ. നീ നാട്ടിലെവിടെയെങ്കിലും പോയിട്ട് ഡ്രസ്സിന്റെ പിടിയല്ലാത്തൊന്നും അത് നിനക്ക് നല്ലത്. ആയി മോനെ പഠിച്ചോ നാട്ടിൽ.
എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ പണിയൊന്നും ഇവിടെ കിട്ടും തോന്നില്ല. ഞാൻ എന്തായാലും നാട്ടിലേക്ക് തന്നെ പോകുന്നു. ഈ പോകുന്ന പോക്കിന് കുറച്ച് പൊന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലത്തെ ചെലവിന് പൈസ കൂട്ടി. നിന്റെ പരിചയത്തിൽ അങ്ങനത്തെ ടീം മാറ്റുന്നില്ല.